Good afternoon, sir. Yes, Chinchu, good afternoon. Yes, നമുക്ക് ആരംഭിക്കാം. പ്രയർ ഉണ്ടോ? Signing on and thought of the day. ആളുകളൊന്നും ഇല്ല അല്ലേ സിജു? ആരും കേറിയിട്ടില്ല. പലരുടെയും മഴയാണ്, അതിന്റെയൊക്കെ ആയിരിക്കും, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ പല സ്ഥലത്തും മഴയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തിരുവനന്തപുരം ഭാഗത്തുള്ള കുട്ടികൾ പറഞ്ഞു ഒന്നും കേൾക്കുന്നില്ല സാറേ, നല്ല മഴയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. അടുത്തൊരു മാസം കൂടിയല്ലേ ക്ലാസ് ഉണ്ടാവുള്ളൂ, നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ്. റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് വെർബ് അതിൻ്റെ അകത്ത് വരും. ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ളത്, ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ളത്. പുറത്തുള്ളതിന് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയും. അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെയാണ് ടെൻസുകളിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇതല്ലേ ജിഞ്ചു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്? ഇതല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് സജന? സാർ ഞാൻ സ്കൂളിലാണ്, അതുകൊണ്ട് ലാഭൻ ഇതല്ലേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്? അതന്നെ സാർ, അത് തന്നെയാണ്. അതിനകത്ത് നമ്മൾ 5 റിപ്പോർട്ട് സ്പീച്ചിൽ വരുന്ന വേർഡ്, ഡയറക്റ്റിൽ വരുന്ന വേർഡ് ഇൻഡയറക്റ്റിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളെ കുറിച്ചും പറഞ്ഞില്ലേ? പറഞ്ഞു. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് രണ്ട് ഹെഡിങ് എഴുതിയിട്ട് ഓരോന്നിന്റെ അടിയിൽ നമ്മൾ എഴുതിയില്ല കുറച്ച്? യെസ്, അപ്പൊ എഴുതി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇനി റിപ്പോർട്ടഡ് സ്പീച്ച് അത് ബോക്സ് ഒക്കെ യെസ്. ഇനി അടുത്തത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഞാൻ അന്നേരത്ത് പറഞ്ഞ വാചകം തന്നെ ഇത് പറയുന്നത്. ഷീ സെഡ് ഐ ലവ് ഇന്ത്യ. ഷീ സെഡ് ഐ ലവ് ഇന്ത്യ. അവൻ പറയുകയാണ് ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഐ ലവ് ഇന്ത്യ. അപ്പൊ ഈ ഐ ലവ് ഇന്ത്യ എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതെങ്ങനെ മനസ്സിലായി? ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതെങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉണ്ട്. ഐ സബ്ജക്റ്റ് ആണ്, ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബാണ്. അങ്ങനെ
ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് മാറ്റി എഴുതുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതും. എങ്ങോട്ട് മാറ്റി എഴുതണം? സിമ്പിൾ പാസ്റ്റിലേക്ക്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്കൊരു ഓർമ്മയുണ്ട്. സബ്ജക്റ്റും പിന്നെ വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ത് വരും? ഹി ടോൾഡ് ദാറ്റ് ഹി ലവ്ഡ് ഇന്ത്യ. ഇതാണ് ഇതിന്റെ ആൻസർ. ഈ ആൻസറിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അടുത്തിലോട്ട് പോവാം. ചിഞ്ചു, എന്തെങ്കിലും സംശയം ഉണ്ടോ? സാർ ഒന്നുകൂടെ പറയോ? ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കണം. അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കാരണം എന്താണ്? ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞേക്കുന്നത്. ഐ സബ്ജക്റ്റ് ആണ്, ലവ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം ഏത് ടെൻസ് ആണ്. അതാണ് നമ്മൾ ആദ്യം ഓരോ ടെൻസും ആ ടെൻസിന്റെ സ്ട്രക്ചറും ആദ്യം പറഞ്ഞത്. നമുക്ക് ഇന്ന ടെൻസിലാണ് നമുക്ക് അറിയാനായിട്ട് പറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് അതിനെ ഇങ്ങോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റിലേക്ക് നമ്മൾ മാറ്റണം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്ക് ഓർമ്മയുണ്ടാവണം, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണ്. അപ്പൊ അതുകൊണ്ട് ഹി ടോൾഡ് ദാറ്റ് ഹി ലവ് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ലൗഡ്, LOVED, ലൗഡ് ഇന്ത്യ. യെസ്, എനി ഡൗട്ട്? സർ, ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ എഴുതിയിട്ടില്ലത് ഐ ലവ് ഇന്ത്യ എന്നോ? ഒന്നുകൂടി പറഞ്ഞേ. ഇൻവെർട്ടഡ് കോമത്തിന്റെ ഉള്ളിൽ എഴുതിയെന്നെ നോക്കണം പറഞ്ഞില്ല. അപ്പൊ ആ സെന്റൻസിൽ ഇൻവെർട്ടഡ് കോമത്തിന്റെ ഉള്ളിൽ എഴുതിയില്ലത് ഐ ലവ് ഇന്ത്യ. അതാണ് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുണ്ടായിരുന്നത്. ലാസ്റ്റ് ക്ലാസ് കേട്ടില്ലായിരുന്നു അങ്ങനെ. അതിന്റെ ടെൻസാണ് നോക്കേണ്ടത്. അതിന്റെ ടെൻസാണ് നോക്കേണ്ടത്. യെസ്. അപ്പൊ ഞാൻ അടുത്തിലേക്ക് പോവേണേ. ഞാൻ ചോദ്യം ഒന്ന് മാറ്റുകയാണ്. ഹി സെഡ്, ഒരു വാചകം ഞാൻ പുതിയത് പറയുകയാണ്. ഹി സെഡ്. അതിന്റെ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് എഴുതുന്നത് ഐ LOVED, ലൗഡ് ഇന്ത്യ എന്ന് എഴുതുകയാണ്. ലവ് അല്ല, ഞാനത് മാറ്റി ഐ ലൗഡ് ഇന്ത്യ എന്ന് എഴുതുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്കിതാ ഈ ഇൻവെർട്ടഡ് കോമയിൽ ഇപ്പൊ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? സിമ്പിൾ പാസ്റ്റ്. വെരി ഗുഡ്, കറക്റ്റ് സെന്റൻസ് ആണ്. അപ്പൊ മറന്നു പോകരുത്, സിമ്പിൾ പ്രസന്റിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇനി സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കണമെങ്കിൽ എങ്ങോട്ട് മാറ്റണം? നിങ്ങൾ അപ്പൊ പെട്ടെന്ന് വിചാരിക്കും അപ്പൊ സിമ്പിൾ പ്രസന്റിലോട്ട് മാറ്റണമെന്ന് വിചാരിക്കും, അല്ലെ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിലോ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറ്റേണ്ടത്. എങ്ങോട്ടാണ് മാറ്റേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ്. എനിക്കിതാണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടോ? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് മറിച്ച് നോക്കിയിട്ട് ആ പേപ്പർ മറിക്കണ ഒച്ച ഇവിടെ കേൾക്കാവായിട്ടോ. നോക്കിക്കോ. അങ്ങനെ ഓർമ്മ കുഴപ്പമില്ല, ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നെങ്കിലും അറിയാലോ, അത് മതി. ഉണ്ടെന്നറിയോ? യെസ്, ഓക്കെ, കണ്ടുപിടിച്ചോ, സമയം തരാം. പാസ്റ്റ് പെർഫെക്റ്റ്. ഹാവ് അല്ല സജന, ഒന്നുകൂടി അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീയിങ്. ഹാഡ് പ്ലസ് കറക്റ്റ് ആണ്. ലാഹൻ കറക്റ്റ് ആണ്. അങ്കിത ഇവിടെ കിട്ടിയിട്ടുണ്ട്, പറയാം. സബ്ജക്റ്റ് എഴുതി, ഹാഡ് എഴുതി, പിന്നെ നമ്മൾ വെർബ് എഴുതി. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുമ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് വെച്ച് വരുന്ന വാചകത്തിനോട് മാറ്റേണ്ടി വരും. നിങ്ങൾ അതിന്റെ നിയമം മനസ്സിലാക്കിയിരിക്കുക. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത്. യെസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആൻസർ എന്ത് വരും? ഹി ടോൾഡ് ദാറ്റ്. ടോൾഡ് ദാറ്റ് ഐ എന്നുള്ളത് ഹി എന്ന് തന്നെയാവും. ഹി ടോൾഡ് ദാറ്റ് ഹി ഹാഡ് ലൗഡ്. ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റ് ടെൻസിൽ ലൗഡാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൗഡാണ്. ഹി ഹാഡ് ലൗഡ് ഇന്ത്യ എന്നതിന്റെ ആൻസർ. ഹി ഹാഡ് ലൗഡ് ഇന്ത്യ. ബാക്കിയുള്ള നിയമങ്ങളില്ലേ, ഹിസ് ഇന്നതാവും, ദേ ഇന്നതാവും, മൈന, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ.
അതിലൊക്കെ വ്യത്യാസമൊന്നുമില്ല, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ. ടെൻസിങ് മാറണം. യെസ്. അപ്പോ പരീക്ഷയ്ക്ക് ടീച്ചർ നോക്കുമ്പോ 10ലൊക്കെ നോക്കുമ്പോ ടീച്ചർ നോക്കും ടെൻസ് കറക്റ്റ് ചെയ്ത് മാറ്റില്ല, അപ്പൊ അങ്ങനെ പകുതി മാർക്ക് കൊടുക്കും. ഇന്ന ടെൻസിൽ നിന്ന് ഇന്ന ടെൻസിലേക്ക് മാറ്റുന്നത് ആ ടെൻസ് കറക്റ്റ് മാറിയിട്ടുണ്ടാ, ഓക്കെ, അത് പകുതി മാർക്ക് കിട്ടില്ല. യെസ്. അതുപോലെ ഇവിടെ ഓർത്തിരിക്കുക, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്. ഓക്കെ ഓക്കെ. ലാഹൻ, യെസ് സർ. ഞാനൊരു വാചകം കൂടെ എഴുതേണ്. ഹി സെഡ് യു ടോട്ട് മീ ഇംഗ്ലീഷ്. ഇത് എന്നെ നോക്കിയിട്ട് ലാഹം പറയുന്ന പോലെയാണ്. നോക്കിയേ, അപ്പൊ ഷീന്നാക്കണമല്ലോ, പോട്ടെ, അത് ഓക്കെ. ഇനി ലാഹിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ അങ്ങനെ ഷീന്നാക്കാം. ഷീ സെഡ് യു ടോട്ട് മീ ഇംഗ്ലീഷ്. നിങ്ങൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഇതാണ് സെന്റൻസ്. എങ്ങനെ വരും അതിന്റെ പാസീവ് റിപ്പോർട്ട് സ്പീച്ച്? ഷീ സെഡ് ദാറ്റ്. യു എന്നുള്ളത് എന്താവും സാറേ? അതൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എണ്ണം തിരിച്ച് എഴുതിയിട്ടുണ്ട്. യു പറഞ്ഞ എഴുതിയിട്ടുള്ളൂ, മൈ അവർന്നാവുന്ന് യുന്ന് എഴുതിയിട്ടില്ല. യു എഴുതിയിട്ടില്ലേ സുജിത? ഓക്കെ. ഐ ഷീ സെഡ് ദാറ്റ് ഐ തോട്ട് ഹാവ്. ഐ വരെ കറക്റ്റ് ആണ്, അവിടെ വരെ കറക്റ്റ് ആണ്, ബാക്കി അങ്ങോട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് കറക്റ്റ് ചെയ്തു. ഐ വരെ കറക്റ്റ് ആണ്. ഹാഡ് തോട്ട്, ഐ ഹാഡ് തോട്ട്. മീ ഇംഗ്ലീഷ്. മീ ഉണ്ട്, മീനെ മാറ്റേണ്ടി വരും. മീ എന്താവും സാറ്? എന്താവും? എന്ത് ഒഴിവായിരിക്കും? മീ അറിയണില്ല. യെസ്. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ മീ. ഹെർ ആവും സർ. ഹെയർ ആവും. യെസ്. ഇംഗ്ലീഷ്. തോട്ട ഓർ ടീച്ച് എന്നാ? ടോട്ട്. ടീച്ചിന്റെ പാസ്റ്റ് ടെൻസ് ടോട്ട്. അല്ല, നമ്മ ഇപ്പൊ സെന്റൻസ് ആക്കുമ്പോ ഷീ ടോൾഡ് ദാറ്റ് എന്നല്ല, ഷീ സെഡ് ദാറ്റ് എന്ന് തന്നെ. അല്ലല്ല, അത് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ ലാഹനങ്ങൾ പൊക്കോട്ടെ, അതിന്റെ ഇടക്ക് കയറി കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു ഓളത്തിന് അങ്ങോട്ട് പോവല്ലേ, അപ്പൊ അതിന്റെ ഇടക്ക് കയറി പറഞ്ഞ ആ ഫ്ലോ അങ്ങോട്ട് പോകൂലേ, അവിടെ പോയിക്കോട്ടെ, പോയിട്ട് അവിടെ കൂടെ എത്തട്ടെ, എന്നിട്ട് ഞാൻ പുറകെ ചെന്നാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ മിണ്ടായിരുന്നതാണ്. ഓക്കെ. നിങ്ങൾ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടും. എന്നിട്ട് പിന്നീട് ഞാൻ പറയുള്ളൂ അത് ഇന്ന സ്ഥലത്തുനിന്ന് മാറ്റാമായിട്ട് ഇന്ന മാറ്റണം. ഓക്കെ. ടോൾഡാണ് ആക്കേണ്ടത്. ഓക്കെ. യെസ്. നോക്കിയേ, ഷീ സെഡ്, അവള് പറഞ്ഞു. ഒരു പെൺകുട്ടി പറയുകയാണ്, നിങ്ങൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അപ്പോ ഇത് കേൾക്കുന്ന ആള് വേറൊരാളോട് പറയുമ്പോൾ എന്ത് പറയും? അവള് പറഞ്ഞു, ഞാൻ അവളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, അല്ലേ? അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പൊ എന്ത് വരും? ടെൻസ് നോക്കുക. ടീച്ച് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോട്ട്, TAUGHT. അപ്പൊ നമുക്ക് പറയാം ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. പാസ്റ്റ് ആണെങ്കിൽ അങ്ങോട്ട് മാറ്റണം, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും അല്ല. ടീച്ച് പ്രസന്റ് ടെൻസ്, ടോട്ട് പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ടോട്ടും തന്നെ. ടീച്ച്, ടോട്ട്, ടോട്ടാണ്. അപ്പൊ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ് ഐ ഹാഡ് ടോട്ട് ഹെർ ഇംഗ്ലീഷ്. ഐ ഹാഡ് ടോട്ട് ഹെർ ഇംഗ്ലീഷ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്നതും ഞാൻ പറഞ്ഞതും തമ്മിൽ മാച്ച് ചെയ്തോ? ചെയ്തില്ലേ? അൻകിതയുടെ മാച്ച് ചെയ്തു, പിന്നെ രജീഷിന്റെ മാച്ച് ചെയ്തു, പിന്നെ ആരുടെ മാച്ച് ചെയ്തില്ല? യെസ്, അക്സ ജോയ് മാച്ച് ചെയ്തില്ല. ജസ്ന, ടോണിമ മാച്ച് ചെയ്തില്ല. യെസ്. എന്നാൽ അടുത്തൊരു വാചകം പറയാം. ലാസ്റ്റ് ക്ലാസ്സും കേട്ടില്ല സർ, അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. യെസ്. ഓക്കെ. യെസ്. ഇത് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലോടാണ് കിടന്നേക്കുന്നത്. റിപ്പോർട്ടർ സ്പീച്ച്. യെസ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് കേട്ടൊരു കാര്യം കേൾക്കുന്ന ആളോ അല്ലെങ്കിൽ ആരോടാണോ നമ്മൾ പറഞ്ഞത് അയാളോ വേറൊരാളോട് ചെന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? ഇതാണ് റിപ്പോർട്ടർ സ്പീച്ച്. പരദൂഷണമാണ്. ഒരു സ്ഥലത്ത് നിന്ന് കേട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ സ്ഥലത്ത് നിന്ന് പറയുന്നു. ഇവിടെ നോക്കിയേ,
ഷീ സെറ്റ്, അവള് പറയാണ്, യു ടോട്ട് മീ ഇംഗ്ലീഷ്, നിങ്ങൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അതിപ്പോ ഷോണിമയാണ് പറയുന്നത് ആരെ നോക്കിയിട്ടാണ്? ജിസ്നെ നോക്കിയിട്ടാണ് പറയുന്നത്. ജിസ്ന അത് ചെന്നിട്ട് അമീഷിനോട് പറയുമ്പോൾ എന്ത് പറയും? ഷോണിമ പറഞ്ഞു ഞാൻ അവളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. യെസ്. അപ്പോ ഷീ ടോൾഡ് ദാറ്റ് ഐ ഹാഡ് ടോട്ട് ഹർ ഇംഗ്ലീഷ്. യെസ്. ഓക്കെ. ഇനി നമുക്ക് ഒരെണ്ണം നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. എഴുതിക്കോ. They said we live in കേരള. ലിവ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആക്കി, LIVED, ലിവ്ഡ്. വി ലിവ്ഡ് ഇൻ കേരള. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ഇതിനൊന്ന് റിപ്പോർട്ട് സ്പീച്ച് ആണ്. അവര് പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ താമസിച്ചു. അവര് പറയുന്നു ഞങ്ങൾ കേരളത്തിൽ താമസിച്ചു. ഇത് കേൾക്കുന്ന ആള് വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവര് പറഞ്ഞു അവർ കേരളത്തിൽ താമസിച്ചു. ഇങ്ങനെയാക്കും. യെസ്. നിങ്ങൾ സ്വന്തമായിട്ട് റെഡിയാക്കി നോക്ക്, എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വരാം. രജീഷ് കഴിയുമ്പോൾ പറഞ്ഞോട്ടോ. ഓക്കെ, എന്നാ ആൻസർ വായിച്ചോ. They told that they had lived in Kerala. Very good. They told that they had lived in Kerala. ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയില്ല, വേറെ രീതിയിൽ കിട്ടിയെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. നീ ഈ പറഞ്ഞ ആൻസറിനോട് മാച്ച് ചെയ്ത ആരത് കറക്റ്റ് തന്നെ കിട്ടിയത്? രജീഷ പറഞ്ഞ ഞാൻ വീല്ലടക്ക് യുവർ ചെയ്തിട്ടുണ്ടായി. അത് ശരി. വി എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ഷെഫീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോ അൻകിതക്ക് ചെറിയൊരു മിസ്റ്റേക്കാണ് വന്നത്. വി എന്നുള്ള സ്ഥലത്ത് മാത്രമാണ് മിസ്റ്റേക്ക് വന്നത്. പിന്നെ വേറെ ആരും വന്നിട്ടില്ല അല്ലേ? അപ്പൊ ഓക്കെ, എന്നാ അടുത്തൊരു വാചകം പറയാം. എഴുതിക്കോ. He said I passed Montessori examination. He said I passed Montessori examination. ഓക്കെ, എഴുതിക്കോളൂ. അവൻ പറഞ്ഞു ഞാൻ മോണ്ടിസോറി പരീക്ഷ പാസ്സായി. ഇത് അവനാണ് പറഞ്ഞത് അവിടെ നിന്ന്. അത് നമ്മൾ കേട്ടു. നമ്മൾ വേറെ ആള് പറയുന്നു അവൻ പറഞ്ഞു അവൻ മോണ്ടിസോറി പരീക്ഷ പാസ്സായി. ഓക്കെ, അപ്പൊ രജീഷിന്റെ കയ്യിൽ ഓക്കെ ഞാൻ വരാം. ഒരു മിനിറ്റ്. ഈ പ്രാവശ്യം സജനക്കാണ് ചാൻസ്. സജന റെഡിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് പറയാൻ പറ്റുമെന്ന് പറയാം. അപ്പൊ ഷെഫീനൊക്കെ കിട്ടിയിട്ടുണ്ട്.
സജന കിട്ടിയോ? അല്ല സോറി സാർ, ഞാൻ എഴുതിയില്ല. ഈ പീരീഡ് ഒഴിവാണ്. ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനായിട്ട് വന്നതാ. Yes. അപ്പൊ ഇനി ഈ പീരീഡ് ഒഴിവാ. ഇപ്പൊ പിള്ളേര് പോയിട്ടുണ്ട്. അപ്പൊ എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ എഴുതിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തെടുത്തരാം. ഓക്കെ ഓക്കെ, അൻകിത. Yes, sir, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. He told that you had passed Montessori examination. അതിൻ്റെ അകത്ത് ഐ എന്നുള്ളത് മാത്രം തെറ്റിപ്പോയി. നോക്കിയേ, ഈ ഒരു കാര്യം ഉദ്ദേശിക്കും. ഈ ഹി എന്നുള്ള സ്ഥലത്ത് ഞാനൊരു പേര് കൊടുക്കേണ്ടത് രാമൻ. രാമൻ എന്ന് ചോദിച്ചു. രാമൻ പറഞ്ഞു ഞാൻ മോണ്ടിസോറി പരീക്ഷ പാസ്സായി. അപ്പൊ പാസ്സായത് ആരാണ്? ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ആരാണ്? രാമൻ തന്നെയാണ്, അല്ലേ? ഐ എന്ന് പറഞ്ഞതും ഹി എന്ന് പറഞ്ഞതും സെയിം ആണ്, ഒരാൾ തന്നെയല്ലേ? ഒരു പേര് കൊടുത്താൽ അവിടെ ഹി തന്നെ വരുള്ളൂ. അപ്പൊ he told that he had passed Montessori examination. വെരി ഗുഡ്, വെരി ഗുഡ്, അതാണ് കറക്റ്റ്. He told that he had passed Montessori examination. ഇത് ശരിയായ എത്ര പേരുണ്ട്? അത് question he said I passed Montessori examination. Yes. ആ ഐ ഉദ്ദേശിക്കുന്ന തന്നെയല്ലേ? Yes, yes, yes. അപ്പോ ആ ഹി എന്നുള്ളതിന് പകരം ഷീ വന്നു കഴിഞ്ഞാല് അപ്പുറത്ത് ഷീ വരും. പക്ഷേ നിങ്ങൾ പാസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളെയാണ് പാസ്സായത് ഉദ്ദേശിക്കുന്നത്. പറയുന്നത് ഞാനാണ്. ഞാൻ അൻകിതിനോട് പറയുന്നത് നിങ്ങൾ മോണ്ടിസോറി പരീക്ഷ പാസ്സായി. യെസ്. അത് കഴിഞ്ഞതിന് ഞാൻ റിസൾട്ട് ആദ്യം പറഞ്ഞു. അപ്പൊ ഞാൻ അൻകിതിനെ വിളിച്ച് പറയാണ്, അൻകിത നിങ്ങൾ യു പാസ്ഡ് മോണ്ടിസോറി എക്സാമിനേഷൻ. അൻകിത അത് സന്തോഷം കൊണ്ട് അച്ഛനോട് പറയണം, സാറ് പറഞ്ഞു നിങ്ങൾ മോണ്ടിസോറി പരീക്ഷ പാസ്സായി എന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛൻ വിചാരിക്കും അച്ഛനെ പാസ്സായി എന്ന് വിചാരിക്കൂലേ? മനസ്സിലായ? അപ്പൊ എന്താ പറയണം? അച്ഛനോട് പറയുമ്പോ സാറ് പറഞ്ഞു മോണ്ടിസോറി പരീക്ഷ പാസ്സായി. ഞാൻ പറയുമ്പോ നിങ്ങളെന്ന് പറഞ്ഞു. പക്ഷെ അൻകിത അച്ഛനോട് പറയുമ്പോ നിങ്ങളെന്ന് വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ പാസ്സായത് അച്ഛായി പോകും. അപ്പൊ അച്ഛൻ വിചാരിക്കും ഞാൻ പാസ്സായ കാര്യം സാറ് വിളിച്ച് പറഞ്ഞാൽ വിചാരിക്കും. യെസ്, അതാണ് എന്റെ കൺസെപ്റ്റ്. അത് ഒന്ന് ആലോചിച്ചാൽ മതി. വി യൂസ് അവർ സെൻസ്. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ അടുത്ത ഒന്നും പറയാം. They said you bought 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 a new scooter. You bought a new scooter എന്നുള്ളത് ബ്രാക്കറ്റ് ഇൻവെർട്ടഡ് കോമ BOUGHT bought. You bought a new scooter. അപ്പൊ അവര് പറയുകയാണ് നിങ്ങൾ ഒരു പുതിയ സ്കൂട്ടർ വാങ്ങി. നിങ്ങൾ വാങ്ങിയെന്നാണ് പറയണത്. ഒരാൾ നോക്കിയിട്ട് അയാളാണ് വേറെ ആളോട് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയും? അവര് പറഞ്ഞു ഞാനൊരു പുതിയ സ്കൂട്ടർ വാങ്ങിയത്, അല്ലെങ്കിൽ ഞങ്ങളൊരു പുതിയ സ്കൂട്ടർ വാങ്ങിയത്. എങ്ങനെയായാലും കണക്കാണ്. ധന്യക്കാണ് ഇത് പറയാനായിട്ടുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. സാവകാശം സമയം എടുത്ത് ആലോചിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി. അല്ല അല്ല, ഓക്കെ ഓക്കെ. ഇവർക്കൊന്ന് എഴുതാനായിട്ട് 2 മിനിറ്റ് സമയം കൊടുക്കും. ഇവരൊക്കെ എത്തട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവരെ ബാക്കിയുള്ളൊരു നിങ്ങൾ മനസ്സുകൊണ്ട് ഉത്തരത്തിലോട്ട് എത്തും. അത് തന്നെയാണ് ധന്യ പറയണമെന്ന് കൂടി നമുക്ക് നോക്കണം. അതാണ്. അപ്പൊ ധന്യ, യു ഹാവ് ഇനഫ് ടൈം. ഓക്കെ, കണ്ടിന്യൂ. They told that I had brought a new scooter. വെരി ഗുഡ്. ഐ ഹാഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്, വി ഹാഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്. കാരണം യു എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒരാളെയും ഉദ്ദേശിക്കാം, ഒന്നിലധികം പേരെയും ഉദ്ദേശിക്കാം. ഐ എന്ന് പറഞ്ഞാലും വി എന്ന് പറഞ്ഞാലും രണ്ടും കൂടെ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ധന്യ പറഞ്ഞ ആൻസർ they told that I had bought a new scooter.
ഓക്കെ, പിടികിട്ടിയില്ലേ? സംഭവം പിടികിട്ടിയില്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇനി അടുത്തിലോട്ട് പോകേണ്ട, നമുക്ക് തീർക്കാനുള്ളതാണ്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഞാൻ സെന്റൻസ് ഒന്ന് മാറ്റുകയാണ്, വേറെ ഒന്ന് എഴുതുകയാണ്. നോക്കിയേ, ഹി സെഡ് ഐ വിൽ ലവ് ഇന്ത്യ. ഐ വിൽ ലവ് ഇന്ത്യ. ഷോണിമയോടാണ് ചോദ്യം. ഈ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഒന്ന് മറിച്ച് നോക്കട്ടെ സാറേ, ഇപ്പൊ പറയാം. ഇപ്പൊ ശരിയാക്കി അല്ലേ? മറിച്ച് ചോദിക്കോ. സാർ ഇത് വില്ല് വരുമ്പോ ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് തോന്നുന്നു. ഏത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഐ വിൽ ലവ് ഇന്ത്യ. അപ്പൊ സജന ഫ്യൂച്ചർ എന്ന് മാത്രമേ പറഞ്ഞോളൂ, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയണേ. ഇത് അപ്പൊ നമുക്ക് പറയാം ഇതേതാണ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അതെങ്ങനെ മനസ്സിലായി? നമുക്കറിയാം സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഐ സബ്ജക്റ്റ് ഉണ്ട്, വിൽ അല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, പിന്നെ ലവ് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ഉണ്ട്. ഉണ്ടാവും സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബ്, വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനെ ഇൻവെർട്ടഡ് കോമയുടെ അകത്തേക്ക് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ എങ്ങോട്ടാണ് മാറ്റേണ്ടത്? അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലോ? സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ മാറ്റേണ്ടത് കണ്ടീഷണൽ ഫോമിലേക്കാണ്. എന്താണ് കണ്ടീഷണൽ ഫോം? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 12 എണ്ണത്തിലൊന്നും കണ്ടീഷണൽ ഫോം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, കാരണം ഭയങ്കര സിമ്പിൾ ആണത്. ഇത് വരുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയേണ്ടത്. വേറെ ഒന്നും ചെയ്യേണ്ട. ആ വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്, WOULD, വുഡ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് കുഡ്. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്. അപ്പോ വില്ലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എന്ത് ഉപയോഗിച്ചാൽ മതി? വുഡ് ഉപയോഗിച്ചാൽ മതി. ടെൻസ് ഒന്നും മാറ്റണ്ട. കാരണം വില്ല് കഴിഞ്ഞാൽ പ്രസന്റൻസ് ആണ്, വുഡ് കഴിഞ്ഞാലും പ്രസന്റൻസേ വരാവും. അപ്പൊ അവിടെ അതൊന്നും മാറ്റം നടക്കണ്ട, കറക്റ്റ് അത് തന്നെയാണ്. യെസ്, അപ്പൊ എന്ത് വരും? വില്ലാണെങ്കിൽ വുഡ് എന്ന് മാറ്റുക, ഷാലാണെങ്കിൽ ഷുഡ് എന്ന് മാറ്റുക, ക്യാൻ ആണെങ്കിൽ കുഡ് എന്ന് മാറ്റുക, മേ ആണെങ്കിൽ മൈറ്റ് എന്ന് മാറ്റുക. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് മാത്രം വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള നിയമങ്ങളില്ലേ, യു ഇന്നതാവും ഐ, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. ഇതൊന്ന് കണ്ടീഷൻ ഫോമിലോട്ട് മാറ്റിയിട്ടാണ്, കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റിയിട്ടാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ എന്ത് വരും? ഹി ടോൾഡ് ദാറ്റ്. അത്രയും വരെ ശരിയാണ്. ഐ എന്നുള്ളത് ഹി തന്നെയായിട്ട് മാറും. ഹി വുഡ് ലവ് ഇന്ത്യ. ഹി വുഡ് ലവ്, WOULD, വുഡ് ലവ് ഇന്ത്യ. ഇതാണ് എന്റെ ആൻസർ. പിടികിട്ടിയല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒന്നും കൂടി ഇത് റിപ്പീറ്റ് ചെയ്യണം. സിമ്പിൾ പ്രസന്റ് ആണോ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക, സിമ്പിൾ പാസ്റ്റ് ആണോ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക, സിമ്പിൾ ഫ്യൂച്ചർ ആണോ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റുക. അപ്പൊ എന്താണ് കണ്ടീഷണൽ ഫോം? വിൽ എന്നുള്ള കണ്ടീഷണൽ ഫോമാണ് വുഡ്, ഷാൽ എന്നുള്ള കണ്ടീഷണൽ ഫോമാണ് ഷുഡ്, ക്യാൻ എന്നുള്ള കണ്ടീഷണൽ ഫോമാണ് കുഡ്, മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിൽ ഒന്നുകിൽ വില്ലുണ്ടാവും, അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും,
അല്ലെങ്കിൽ ക്യാൻ ഉണ്ടാവും, അല്ലെങ്കിൽ മേ ഉണ്ടാവും. ഇതിൽ 4 ഏതെങ്കിലും വാക്കുണ്ടാവും. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഏതെങ്കിലും വാക്കുണ്ടാവും. അതിന് നേരെ പറഞ്ഞിരിക്കുന്ന നേരെങ്കിലും മാറ്റിയാൽ മതി. ഈ വുഡ് എന്ന് പറയുന്ന വാക്കിന് വേറെയും കുറെ അർത്ഥങ്ങൾ യൂസേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ജസ്ന, how are you, Jessna? Hi, sir. Are you a tea person or coffee person? Tea person. Tea. Tea. Yes. അപ്പോ നമുക്ക് മനസ്സിലായി. ജസ്ന പറയാണ് ഞാൻ ചായയാണ് കുടിക്കുന്നതാണ്. കോഫി കുടിക്കുന്നതല്ല, നിവൃത്തിയില്ലെങ്കിൽ കോഫി കുടിക്കുക. അത് മ്യൂട്ട് ചെയ്തോ, ഞാൻ വരാം കേട്ടോ. മ്യൂട്ട് ചെയ്തോ, ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ. അപ്പോ ജസ്ന പറയുന്നു ജസ്ന ചായയാണ് കുടിക്കാറുള്ളത്. അപ്പൊ വർഷങ്ങളായിട്ട് ജസ്ന ചായയാണ് കുടിക്കുന്നത്. 2025 ഒക്ടോബർ മാസം 1-ാം തീയതി ജസ്ന ചായ കൂടി നിർത്തി. ചായ കുടിക്കുന്നില്ല ഇനി, അത് വേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ ജസ്നയും തമ്മിൽ കാണുന്നത് ഒരു റെസ്റ്റോറന്റ് മുന്നിൽ വെച്ചാണ്. അപ്പൊ ഞാൻ ജസ്നോട് ചോദിച്ചു, ജസ്ന വാ നമുക്ക് ചായ കുടിക്കാം. അപ്പൊ ജസ്ന എന്നോട് പറയാണ്, സാറേ ഞാൻ ചായ ഇപ്പൊ കുടിക്കാറില്ല, ചായ കുടിയാൻ നിർത്തി. സമയമൊന്നും പറയണ്ട, ചായ. അപ്പൊ എനിക്ക് ജസ്ന പറയുന്നതിൽ നിന്ന് മനസ്സിലാവണം, മുമ്പ് ജസ്ന ചായ കുടിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ ജസ്ന ചായ കുടിക്കാറില്ല. എങ്ങനെ പറയും ജസ്ന? വരൂ ജസ്ന, ലെറ്റ് us have a cup of tea എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ജസ്ന പറയുന്നത് ഞാൻ ചായ കുടിക്കാറില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മ ഉണ്ടാവണം, മനസ്സിലാവണം, ജസ്ന മുമ്പ് കുടിച്ചിരുന്നു എനിക്ക് അറിയണം. I did not drink tea. പറഞ്ഞോളൂ. വേടുണ്ട്, ഞാൻ ചായ കുടിച്ചിട്ടില്ല. അതായത് എന്നും ഞാൻ ചായ കുടിക്കാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ രാവിലെ എന്നിട്ട് അല്പം താമസിച്ചതുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ടില്ല എന്നുള്ള രീതി വരും. ആ ഒരു അർത്ഥമൊന്നും കിട്ടുക, അത് കറക്റ്റാണ്. പക്ഷെ അതല്ല എനിക്ക് വേണ്ടത്, ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു, ഇപ്പോഴാണ് അത് നിർത്തിയിരിക്കുകയാണ്. Stop drinking the tea. അപ്പൊ എന്ത് പറ്റി? എന്നോട് ജസ്റ്റ് പറയണ സാറേ ചായ നിർത്തുക, സ്റ്റോപ്പ് ഡ്രിങ്കിങ് ടീ, ചായ കുടി നിർത്തണം എന്നായിപ്പോയി. ഓക്കെ ജിസ്റ്റ, വെരി ഗുഡ് വെരി ഗുഡ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഇനി അപ്പൊ ജിസ്റ്റ മറക്കില്ല. അമീഷ സുൽത്താന. അമീഷ ഇല്ല. അക്സ ജോയ്. ഉത്തരം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോ. യെസ്, അത് ഇവിടെ ഉത്തരം കയ്യിലില്ല, അപ്പൊ പിന്നെ മൈക്ക് ഓൺ ആയി കഴിഞ്ഞാൽ പണിയാവൂല എന്ന് ചോദിച്ചിട്ടാണ്. യെസ്, ഓക്കെ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഷെഫീനക്ക് നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. ഷെഫീന CS. Yes, sir. ഷെഫീനൊക്കെ വന്നിട്ടാണ് ഞാൻ ചമ്മി പോയത്. കാരണം ഞാൻ ഷെഫീനെ ബിൽഡപ്പ് ചെയ്ത് ഷെഫീനെ വന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ മനസ്സിലായാലും ജിസ്റ്റിനോട് ഞാൻ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെ. കാപ്പി കുടിക്കാനായിട്ട് ചായ കുടിക്കാതെ പറഞ്ഞ് വിളിച്ചത് ഞാൻ ഷെഫീനെയാണ്. അപ്പൊ ഷെഫീനെ പറയാണ്, ഇല്ല സാറേ ഞാനിപ്പോ ചായ കുടിക്കാറില്ല, മുമ്പേ കുടിച്ചിരുന്നു, ഇപ്പൊ കുടിക്കാറില്ല. സാറിനകത്ത് നിർബന്ധമാണെങ്കിൽ ഒരു ഐസ്ക്രീമോ അങ്ങനെ വല്ലതൊക്കെ പറയാം, അത് ഞാൻ കഴിക്കാം. അത് പറയണമെന്നില്ല, ഇത്ര പറഞ്ഞാൽ മതി. ഇത് ഞാനിപ്പോ ചായ കുടിക്കാറില്ല. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ ഞാൻ ചായ കുടിക്കാറുണ്ട്. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ എന്നല്ല, ഞാൻ ചായ കുടിക്കാറില്ല. അതിന്റെ അർത്ഥം മുമ്പ് കുടിച്ചിട്ടില്ലെന്ന് അർത്ഥം ആയിപ്പോകും. അങ്ങനെ പറയരുത്. മുമ്പ് കുടിച്ചിരുന്നു, ഇപ്പൊ കുടിക്കുന്നില്ല. മുമ്പ് എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. ഐ ഡു നോട്ട് എന്ന് പറഞ്ഞാൽ മുമ്പും കുടിക്കാറില്ല, ഇപ്പോഴും കുടിക്കാറില്ല എന്നാണ്. ഐ ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചിട്ടില്ലെന്നാണ്. ഐ വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കില്ല, ഞാൻ കുടിക്കില്ല എന്നാണ്. അങ്ങനെയല്ല വേണ്ടത്, ഞാൻ കുടിച്ചിരുന്നു പക്ഷെ ഇപ്പൊ കുടിക്കാറില്ല. യെസ്, അവിടെ വേണ്ട ഈ സംഗതി ഉപയോഗിച്ചിട്ട് പറയാം. ഇത് ഷെഫിനെ വല്ലതും പറയാൻ പോയാ എന്റെ മനസ്സിൽ തെളിഞ്ഞോ? Now use ആക്കാമോ sir? Now I did not drink tea. No. Yes. Before അത് വേണ്ടത് വളരെ ബുദ്ധിപരമായിട്ടായിരിക്കും. നൗ, ഇപ്പോൾ കുടിക്കാറില്ല. നൗ. യെസ്,
ഓക്കെ, അവിടെ നിൽക്കട്ടെ. എനിക്കിതാ ഞാൻ അവിടെ പറയാം. ഷെബീനൊക്കെ വല്ലതും മനസ്സിൽ വന്നിട്ടില്ല അല്ലെ? ഓക്കെ, എന്നാലും ഞാൻ പറയാം. ഓക്കെ, അവിടെയും നമുക്ക് വുഡ് ഉപയോഗിച്ച് പറയാം. നേരത്തെ നമുക്കുണ്ടായിരുന്ന ഒരു സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് വുഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നേരത്തെ ആ ക്യാരക്ടർ നമുക്ക് ഉണ്ടായിരുന്നതാണ്. ഐ വുഡ് ഡ്രിങ്ക് ടീ. ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ ചായ കുടിച്ചിരുന്നു, ഇപ്പൊ കുടിക്കാറില്ലെന്നാണ്. യെസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കടയുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഒരു സുഹൃത്തിന് വരൂ ചായ കുടിക്കാന്ന് പറയുമ്പോൾ അവൻ വുഡ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവൻ ആ സാധനം ഇഷ്ടമുള്ളതാണ് പറഞ്ഞത്, ഇപ്പൊ അത് ഉപയോഗിക്കാറില്ലെന്നാണ് പറഞ്ഞത്. യെസ്, അപ്പൊ നമ്മളെന്ത് നമുക്ക് അത് പറയുമ്പോൾ അത് മനസ്സിലായാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളപ്പോ എന്ത് പറയും? നീ എന്താ വരാത്തത് ഞാൻ വെച്ചിട്ട്? അവന് വുഡ് ഉപയോഗിച്ചാണ് പറഞ്ഞേക്കുന്നത്. വുഡ് പ്ലസ് പ്രസന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുള്ളത്, ഇവിടുത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് റിപ്പോർട്ട് സ്പീച്ചിന്റെ കേസല്ല, അതിന് വേറൊരു അർത്ഥമുള്ളത് മുൻപ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ നമുക്ക് ഇല്ലാതിരിക്കുന്ന സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഐ വുഡ് യൂസ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നർത്ഥം വരുമോ സൗമ്യ? ഐ വുഡ് യൂസ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ വുഡ് യൂസ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല എന്നർത്ഥം, പക്ഷെ മുമ്പ് ഉപയോഗിച്ചിരുന്നു. ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ ചായ കുടിച്ചിരുന്നു, ഇപ്പൊ ഞാൻ കുടിക്കാറില്ല. പാസ്റ്റ് ഹാബിറ്റ് ആണ്. യെസ്, അപ്പൊ അതൊക്കെയാണ് പറഞ്ഞേക്കാം. ഞാനിപ്പോ ഈ വുഡ് എന്ന് പറഞ്ഞ സംഗതി വന്നതോടെ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മടങ്ങി വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് ടെൻസ് എങ്കിൽ അതിനെന്താക്കി മാറ്റണം? അതിന് കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. ഇപ്പൊ വില്ലാണെങ്കിൽ വുഡ് ആക്കണം, ഷാലാണെങ്കിൽ ഷുഡ് ആക്കണം, മേ ആണെങ്കിൽ മൈറ്റ് ആക്കണം, ക്യാൻ ആണെങ്കിൽ കുഡ് ആക്കണം. ഓക്കെ, സജന ലാഹൻ, ഞാനിപ്പോ പറഞ്ഞത് മൂന്നും മനസ്സിലായില്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ല, എന്നാ അത് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു ഞങ്ങളൊന്ന് പഠിപ്പിച്ചു. റിപ്പോർട്ട് സ്പീച്ചില് അതിങ്ങോട്ട് പറഞ്ഞേ. റിപ്പോർട്ടഡ് സ്പീച്ചിൽ സിമ്പിൾ പ്രസന്റ് വരികയാണെങ്കിൽ ടെൻസിനെ സിമ്പിൾ പാസ്റ്റിലോട്ടും, സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോട്ടും, സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരുന്നതെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. കണ്ടീഷണൽ ഫോം എന്ന് പറഞ്ഞാൽ വില്ല് വുഡ് ആയിട്ടും, ഷോൾ ഷുഡ് ആയിട്ടും, ക്യാൻ കുഡ് ആയിട്ടും, മേ മൈറ്റ് ആയിട്ടും മാറും. യെസ്, ലാഹൻ, നിങ്ങളിൽ ഒരു നല്ല ടീച്ചർ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളെ കിട്ടുന്ന കുട്ടികൾ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും ആയിരിക്കും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞിട്ടെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഒന്നും കൂടി അതൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞാല് ലാഹൻ വേറെ ലെവല് വരും. യെസ്, ഇതിപ്പോ അപ്പം തന്നെ ചോദിച്ചിട്ട് അപ്പം തന്നെ പറയല്ലേ, അങ്ങനെ സൂചിപ്പിച്ചല്ലേ. അത് വേണമെങ്കിൽ ഞാൻ വിചാരിച്ചത് കുട്ടികളെ നമ്മൾ നോക്കുന്നത് അങ്ങനെയൊക്കെ കയ്യിൽ നിന്നൊക്കെ ചേർത്ത് പറയുന്നതാണ് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ്. റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ രണ്ട് വെർബ് കാണും. ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് കാണും, ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് കാണും. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നു. ആ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന ഓരോ വാചകത്തെയും ഏത് ടെൻസിലേക്ക് മാറ്റണമെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. യെസ്, ഓക്കെ. ഇത് നിങ്ങൾ വേറെ ആരെങ്കിലും പഠിപ്പിക്കണ പോലെ വിചാരിച്ചിട്ട് ഒന്ന് പറയാട്ടോ. അടുത്ത വാചകം എത്തിക്കുന്നു. That's it. That's it. You will continue Montessori course. You will continue CONTINUE. You will continue Montessori course. Okay, any go.
യു വിൽ കണ്ടിന്യൂ മോണ്ടിസോറി കോഴ്സ്. അവര് പറയാണ് നിങ്ങൾ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ആ നിങ്ങളെന്ന് വിളിച്ച് ആരെ നോക്കിയിട്ടാണോ പറഞ്ഞത് അയാൾ ചെന്ന് വേറെ അവരോട് പറയണം. അവര് പറഞ്ഞു ഞാൻ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ആ അനികിത കഴിഞ്ഞല്ലേ? എന്നാ ശരി അനികിത വായിച്ചോളൂ. സോറി സർ. They told that I would continue Montessori course. വെരി ഗുഡ് കൊച്ചിനെ കെയർ ചെയ്തോളൂ. ശരിയാണ് പറഞ്ഞത് കറക്റ്റ് സെന്റൻസ് ആണ്. They told that I would, I എന്നുള്ളതിന് പകരം വി എന്ന് പറഞ്ഞാലും ശരിയാണ്. I would continue Montessori course. ഇത് തന്നെയാണോ നിങ്ങൾ എഴുതിയത്? ഏതാണ്ട് ഇതിനോടൊപ്പം വന്നു. അപ്പൊ രജീഷക്ക് വന്നിട്ടുണ്ട്, ധന്യക്ക് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സംഗതി മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലായോ? ശരിയാണ്. കാരണം യു എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒരാളെയും പറയാം, ഒന്നിലധികം ആളെയും യു എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം. ഒരു കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ജിസ്ന ടീച്ചർ അമ്മ പറയാം നിങ്ങൾ പഠിച്ചിട്ടില്ല. 4 കുട്ടികളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയോടും പറയും നിങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെ? അപ്പൊ 4 കുട്ടികളുണ്ടെങ്കിലും നിങ്ങൾ മതി, ഒരു കുട്ടി ഉണ്ടെങ്കിലും എന്ത് മതി? നിങ്ങൾ. യെസ്. അപ്പൊ അതുകൊണ്ട് വീന്ന് എഴുതി കഴിഞ്ഞാലും അവിടെ കറക്റ്റ്. യെസ്. അടുത്തത് he said I can swim quickly. I can swim quickly. SWIM, swim. അവൻ പറയുകയാണ് എനിക്ക് വേഗത്തിൽ നീന്താൻ കഴിയും. എനിക്ക് വേഗത്തിൽ നീന്താൻ കഴിയും. വെരി ഗുഡ്. അൻകിത കഴിഞ്ഞിട്ട് അൻകിത നമുക്ക് ഒരാളോട് കഴിഞ്ഞിട്ടാ. രജീഷ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ രജീഷേ വായിച്ചോളൂ. He told that he could swim quickly. Yes, he told that he could swim quickly. Correct. He told that he could swim quickly. Yes, ഇത് ശരിയായ എത്ര പേരുണ്ട്? ഷോണിമ, ധന്യ, ലാഹൻ, അൻകിത, അക്സ, ഷെഫീന. അക്സക്ക് ഉണ്ട് അങ്ങനെ മിണ്ടായിട്ട് ഞാൻ വിളിച്ചപ്പോ സജന ആൻഡോ പിടി കിട്ടിയല്ല. യെസ്. ഓക്കെ. യെസ്. അക്സയൊക്കെ അവിടെ ചിരിക്കുന്നുണ്ടാവും അല്ലെ? യെസ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഈ 3 ടെൻസുകളെ എങ്ങനെ മാറ്റണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ നിങ്ങൾ പറഞ്ഞപ്പോഴത്തെ ഒരു പക്ഷേ ടീച്ചർ ഇവിടെ ഇത് വരുമ്പോ അതിനെ മാറ്റിക്കോട്ടോ, അത് വരുമ്പോ ഇത് ഇങ്ങനെ മാറ്റിക്കോട്ടും. എന്തുകൊണ്ടാണ് അത്? അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കാരണം ഇനി നിങ്ങൾക്ക് വേറെ ആക്കി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കിയാണ് സിമ്പിൾ പ്രസന്റ് ആയപ്പോ അതുകൊണ്ടാണ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. ലവ് എന്തുകൊണ്ട് ലൗഡായി? അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയതാണ്. ലൗഡ് എന്ത് ഹാഡ് ലൗഡായി? അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത് എഴുതിയതാണ്. വിൽ കം എന്നുള്ളത് എന്തുകൊണ്ട് വുഡായി? അത് കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതിയതാണ്. ഓക്കെ, നമ്മൾ പറയും അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടെ ഞാനിവിടെ ക്യാൻ വെച്ചിട്ട് വാചകം എഴുതി. യെസ്. അക്സ കെ ജോയ്. യെസ്. ഓ
അക്ഷയ് കെ ജോയിന് ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാമോ? ഇല്ല, അറിയില്ല. അപ്പൊ ഞാനിപ്പോ തൽക്കാലത്തേക്ക് പറയാണ്, അക്ഷയ് ജോയിക്ക് പിയാനോ വായിക്കാൻ അറിയാം. എന്ത് വായിക്കാൻ അറിയാം? പിയാനോ. അതൊന്ന് എന്നോട് പറഞ്ഞേ, എനിക്ക് പിയാനോ വായിക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് പിയാനോ വായിക്കാൻ കഴിയും. വായിക്കാൻ അറിയാം. വായിക്കാൻ കഴിയും, അതാ പറഞ്ഞത്. വായിക്കാൻ അറിയാന്നല്ല, എനിക്ക് പിയാനോ വായിക്കാൻ കഴിയും. കറക്റ്റാണ് അക്സ പറഞ്ഞത്. ഐ ക്യാൻ, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതിന്റെ പ്ലേ എന്നാണ് പറയുക. പ്ലേ, കളിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കും, പ്ലേ. ഐ ക്യാൻ പ്ലേ പിയാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് മ്യൂട്ട് ചെയ്തോളൂ. എനിക്ക് പിയാനോ വായിക്കാനായിട്ട് കഴിയും. ഐ ക്യാൻ പ്ലേ പിയാനോ. ഐ ക്യാൻ കുക്ക് ബിരിയാണി. എനിക്ക് ബിരിയാണി പാകം ചെയ്യാൻ കഴിയും. ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ് നോവൽ. എനിക്ക് ഇംഗ്ലീഷ് നോവൽ വായിക്കാൻ കഴിയും. ഐ ക്യാൻ സ്വിം ക്വിക്ക്ലി. എനിക്ക് വേഗത്തിൽ നീന്താൻ കഴിയും. ഐ ക്യാൻ ഡ്രൈവ് കാർ. എനിക്ക് കാർ ഓടിക്കാൻ കഴിയും. ഐ ക്യാൻ സിംഗ്. എനിക്ക് പാടാൻ കഴിയും. യെസ്. അപ്പോ ക്യാൻ എന്ന് പറയുന്നതിന് കഴിയും എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. യെസ്. സമീറ. യെസ് സർ. ഓക്കെ, കുട്ടികളൊക്കെ ഉണ്ട് അവിടെ? യെസ്, ഞാൻ ഒച്ചയായിട്ട് തന്നെ ചോദിച്ചാണോ? ഓക്കെ 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 ഓക്കെ. സമീറ. ട്രെയിനിങ്ങിലാണ്. ഓ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. യെസ്. അപ്പൊ സമീറ, സമീർക്ക് പാടാൻ അറിയോ? സമീർക്ക് പാടാൻ അറിയോ? ഇല്ല. ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് സമീർക്ക് പാടാൻ അറിയാം. അപ്പൊ സമീർ എന്ത് ചെയ്യാണ്? ഐ ക്യാൻ സിംഗ് എന്ന് പറയണം അല്ലെ? സമീർക്ക് പാടാൻ അറിയാം. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് അവിടെ ഒരു പാട്ട് മത്സരത്തിൽ സമീറ പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറി. പക്ഷേ സമീറക്ക് പാടാൻ കഴിഞ്ഞില്ല. അസ്വസ്ഥയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പാടാനായിട്ട് പറ്റിയില്ല. നാളെ എന്നെ കണ്ടപ്പോ സമീർ ഇത് പറയാണ്, എനിക്ക് പാടാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും? സാർ, എനിക്ക് നേരത്തെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഇതൊക്കെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളല്ല എന്റെ സമീറ. ഇന്ന് പറഞ്ഞതന്നെ കുറച്ച് മുമ്പ് കേൾക്കാൻ പറ്റിയില്ലേ? നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന ശീലം പറയുന്നതല്ലേ? അത് വേറെ, അത് ഫുഡ് അവിടൊക്കെ നമ്മളിങ്ങനെ പോന്ന്. ഓക്കെ 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 സമീറ. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. നിൽക്കട്ടെ. ഷോണിമ. യെസ് സർ. ഷോണിമയ്ക്ക് അറിയാലോ പാടാനായിട്ട്? ഞാൻ എനിക്ക് വേണ്ടി ബാത്റൂമിൽ പാടും. അല്ലെ, ബാത്റൂം പോട്ടെ. എനിക്ക് വേണ്ടി മാത്രം. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് അത് വിട്ട് കളയാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഷോണിമ എനിക്ക് പാടാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞു. ഇന്നലെ പറഞ്ഞു ഐ ക്യാൻ സിംഗ് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ തന്നെ ഒരു മത്സരമുണ്ടായി. പക്ഷെ സ്റ്റേജിൽ കയറുന്നപ്പോ ഷോണിമയ്ക്ക് പാടാൻ പറ്റിയില്ല. അത് ഇന്ന് എന്നോട് പറയാണ്, എനിക്ക് പാടാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് എന്ന് ചോദിച്ചപ്പോ ഷോണിമ എന്നോട് പറയുന്നു, എനിക്ക് പാടാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും കൃഷ്ണ? യെസ്റ്റർഡേ ഐ കുഡിന്റ് സിംഗ് വെൽ. വെരി ഗുഡ്. അവിടെ ആരെങ്കിലും ഐ കനോട്ട് സിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ കനോട്ട് സിംഗ് ആരെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? തെറ്റാണ്. നോക്കിയേ, ഐ ക്യാൻ സിംഗ്, എനിക്ക് പാടാൻ കഴിയും. അപ്പൊ എനിക്ക് പാടാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് ഐ കനോട്ട് സിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്താ പറയേണ്ടത്? ഐ കുഡ് നോട്ട് സിംഗ്. കറക്റ്റ് ആൻസർ. ഓക്കെ, ഐ കുഡ് നോട്ട്. പിന്നെ ഐ കനോട്ട് എന്ന് പറയില്ലേ? പറയും. എങ്ങനെ പറയും? എനിക്ക് പാടാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോൾ എന്ത് പറയാ? ഐ കനോട്ട് പറയാം. ഇപ്പോഴൊന്ന് പാടാമോ എന്ന് ഷോണിമയോട് ചോദിക്കുമ്പോൾ ഷോണിമയ്ക്ക് എന്ത് പറയാ? ഐ കനോട്ട് സിംഗ്, എനിക്ക് പാടാൻ കഴിയില്ല. ഇത് തന്നെ പിറ്റേ ദിവസം പറയുകയാണെങ്കിൽ ഞാൻ പാടാൻ കഴിഞ്ഞില്ല, ഐ കുഡ് നോട്ട്. അപ്പൊ ക്യാൻ എന്നുള്ളതിന്റെ ഒരു പാസ്റ്റ് ഫോമാണ് എന്ത്? കുഡ്. ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയും. കുഡ് എന്ന് പറഞ്ഞുമ്പോ കഴിഞ്ഞു. യെസ്. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഐ ക്യാൻ കുക്ക് ബിരിയാണി.
ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു, അതൊരു പാത്രത്തിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാം ഐ കുഡ് മേക്ക് ബിരിയാണി, എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് വ്യത്യാസം. ഐ ക്യാൻ മേക്ക്, എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. ഐ കുഡ് മേക്ക്, എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഐ കനോട്ട് മേക്ക്. ഒരു ഡൗട്ട്, ഐ കുഡ് മേക്ക് മീൻസ് എനക്ക് ഉണ്ടാക്കാൻ അറിയുന്നല്ലേ? ഐ ക്യാൻ പ്രിപ്പയർ എന്നല്ല, ഐ കുഡ് മേക്ക്. ഓക്കെ. ഈ ക്യാൻ എന്ന് പറയുന്ന വാക്കിന് കഴിയും എന്നും കൂടി അർത്ഥമുണ്ട്. കഴിയും, കഴിയുക, എബിലിറ്റി, കേട്ടോ. യെസ്. പിന്നെ ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അൻകിതനോട് ഞാൻ പറയും ക്യാൻ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നല്ല, യു ക്യാൻ ഗോ. യെസ്. അപ്പോ എന്തെങ്കിലും ഒരു പരിപാടി ആരംഭിക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യു ക്യാൻ സ്റ്റാർട്ട് തുടങ്ങിക്കോ. യെസ്. അപ്പോ നമ്മൾ കാം, പോകാം, വരാം എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിലും ക്യാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യെസ്. നമ്മളിവിടെ പറഞ്ഞത് ഒരു എബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാൻ ഉപയോഗിക്കും. അത് പാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ഉപയോഗിക്കും, ഫുഡ് ഉപയോഗിക്കും. ക്യാനും ഫുഡ്. യെസ്. അപ്പൊ ഇവിടെ ഞാനിവിടെ ഐ ക്യാൻ. ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കി എന്ന് പറയുന്നെങ്കിൽ, ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നെങ്കിൽ ഐ കുഡ് മേക്ക് ബിരിയാണി എന്നാണോ? അല്ല, അത് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ ഉണ്ടാക്കി എന്നാണെങ്കിൽ ഐ പ്രിപ്പയർഡ് ബിരിയാണി എന്ന് മാത്രം പറഞ്ഞാൽ, സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. ഐ പ്രിപ്പയർഡ് ബിരിയാണി, ഐ കുക്ക്ഡ് ബിരിയാണി, അദ്ദേഹം പറഞ്ഞാൽ മതി. മറ്റേതൊരു എബിലിറ്റിയാണ്. യെസ്. രണ്ടാണ്. അതായത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. യെസ്. ഓക്കെ. ഐ വെന്റ്, ഞാൻ പോയി. ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും. കണ്ട. ഐ കുഡ് ഗോ, എനിക്ക് പോകാൻ കഴിഞ്ഞു. യെസ്. മറ്റത് വെന്റ്, പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ്. ഐ കുഡ് ഗോ, എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച് തന്നെ പോകാൻ പറ്റുമെന്ന്, അത് കഴിഞ്ഞു. കണ്ട, ഒരു എബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാനും കുഡും ഇംഗ്ലീഷില് ഈ ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത്. യെസ്. അത് ഞാനിവിടെ സന്ദർഭോചിതമായിട്ട് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 3 ടെൻസുകളുടെ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസന്റ് ആണോ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക, സിമ്പിൾ പാസ്റ്റ് ആണോ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക, സിമ്പിൾ ഫ്യൂച്ചർ ആണോ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റുക. പിടികിട്ടിയല്ലോ? സംശയമൊന്നുമില്ലല്ലോ? യെസ്. ഓക്കെ. Then any doubt? ആർക്കെങ്കിലും? ഈ 3 എണ്ണത്തിൽ മാത്രം ടെൻസുകൾ എങ്ങനെയൊക്കെ മാറ്റേണ്ടതിനോട് എനി ഡൗട്ട്? യെസ്. അപ്പൊ അടുത്ത ടെൻസും അടുത്ത സംഗതികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. വേറെ ടെൻസുകൾ എങ്ങനെയാണ് മാറ്റുന്നത്? ഇപ്പൊ നമ്മള് കുറേശ്ശെ പഠിച്ചു പോകണം. സിമ്പിൾ പ്രസന്റ് മാത്രമേ നമ്മളിവിടെ പരിഗണിച്ചിട്ടുള്ളൂ. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും. ഇനി അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഓക്കെ. സാറേ, പറയൂ. ഡയറക്റ്റില് മൈന്ന് വന്നാൽ ഇൻഡയറക്റ്റില് ഹിസ് ഹെർ എന്നാണ് വരിക. പക്ഷെ മീ വന്നാലും അങ്ങനെയാണ് അല്ലേ? മീ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മീ എഴുതിയിട്ടില്ല. അപ്പൊ എന്നോട് സാറ് ചോദിച്ചപ്പോ എനിക്ക് ഡൗട്ടായി. ഓക്കെ. മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹിസ് അല്ലെങ്കിൽ ഹെയർ വരും. ഓക്കെ. യെസ്. എക്സാമ്പിൾ നമുക്ക് പറയാം. He said, you love me. നോക്ക്, അവൻ പറയുകയാണ്, ഒരാള് യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കേണ്ട ലാഹ, ആ മീ എന്ന് പറയുന്ന എന്നെ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ഹീ ആണോ അല്ലെങ്കിൽ യു ആണോ? ലാഹൻ കേട്ടി? യെസ്. എന്താ പറഞ്ഞ? ഇവിടെ ഒന്നും ഇല്ലേ, വേറെ വഴിക്ക് പോയാ? അല്ലെങ്കിൽ ഞാൻ എഴുതിയെന്ന് സാറ് പറഞ്ഞപ്പോ പെട്ടെന്ന് അവൻ പറഞ്ഞു. ഈ അവൻ എന്നുള്ള സ്ഥലത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന വീട് രാമൻ ആദ്യം വെച്ചു. രാമൻ പറഞ്ഞു. സീതയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, സീത. അപ്പൊ ആ യു എന്ന് പറയുന്ന ആള് സീതയാണ്. സീത മുഖത്ത് നോക്കിയിട്ട് പറയാണ്
രാമൻ പറയാണ് യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നു. ഇനിയാണ് ചോദ്യം, ആ മീ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാമനാണോ സീതയാണോ? സീത. ഒന്നും കൂടി ശരിക്കും നോക്കി പറഞ്ഞേ. He said you love me. എല്ലാം അതൊക്കെ വിട്, പൊളിപ്പിച്ചൊക്കെ വിട്. ഒരു വാചകൻ രാമൻ പറഞ്ഞു, രാമൻ പറയാണ്, നേരിട്ട് പറയാണ് യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നു. ആ എന്നെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? രാമനെ. രാമനെ. മനസ്സിലായ? അതുകൊണ്ടാണ് മീ എന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഹിസ്സാവും കേറാവും പറയാൻ കാര്യം. യെസ് സാർ, മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, നീ എന്നെ സ്നേഹിക്കുന്നത്, ആ രാമനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ് കുറച്ചൊക്കെ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് ആൻസർ എന്താ? ഹി ടോൾഡ് ദാറ്റ് ഐ ലവ് ഹർ എന്നാ. ഐ സിമ്പിൾ പാസ്റ്റ് അല്ലേ, ലവ് അല്ലേ, അപ്പൊ ലൗഡ് എന്നാക്കണം, പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റണം. ഐ ലൗഡ് ഹി അല്ലേ, ഹിം എന്നാക്കണം. പിടികിട്ടിയില്ലേ എനിക്കിതാ? സോറി സർ, യു ലവ് മീ എന്നല്ലേ? അപ്പൊ മീ ഉണ്ടായത് ഹിം എന്നാക്കണോ? മീ എന്നുള്ളത് ഹിം ആക്കണം. അവിടെ ഹി ആയതുകൊണ്ടാണ് ഹിം ആക്കിയത്. അവിടുത്തെ ആദ്യത്തെ വേർഡ് ഷീ ആണെങ്കിൽ ഹെയർ ആവുമായിരുന്നു. എന്തുകൊണ്ടാണ് നോക്കി? ഓക്കെ ഓക്കെ ഓക്കെ. ഹി സെഡ് യു ലവ് മീ. ഹി ഉണ്ടായത് ഇവിടെ ഹിം ആണ്. സോ ഹിം മീൻസ് രാമൻ റെഫർ ചെയ്യുന്നത്. അതെ അവിടെ ഷീ എന്നുണ്ടെങ്കിൽ, ഷീ സെഡ് എന്നുണ്ടെങ്കിൽ അവിടെ അത് ഹർ ആവും. ഓക്കെ സർ. ആൻസർ ഈസ് ഹി ടോൾഡ് ദാറ്റ് ഐ ലവ്ഡ് ഹിം. യെസ്, ഹി ടോൾഡ് ദാറ്റ് ഐ ലവ്ഡ് ഹിം. കറക്റ്റ്. യെസ്, അതാണ് എന്റെ ആൻസർ. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പക്ക അങ്ങോട്ട് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, നിങ്ങളൊന്ന് നോക്കും. അതിന്റെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ സംശയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു, നമുക്ക് ക്ലിയർ ചെയ്യാം. അടുത്ത ടെൻസുകളും അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ ഫാർ ബൈ. താങ്ക് യു സർ. ഓക്കെ.